എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റില്ല അത്ര ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള കുക്കീസാണ്. ഇത് നോക്ക്, പൊട്ടിച്ച് നോക്കിയാൽ നമുക്ക് ഉറപ്പ് കണ്ടോ എത്ര നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നോക്ക്. ഉള്ളിലൊന്നും വേവാതെയൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് നിങ്ങൾ ഒന്നും കൂടി കണ്ടു നോക്കൂ. ഇത് രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നല്ല ബ്രൗണായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിഭാഗമൊക്കെ നല്ല ബ്രൗണായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുള്ള, അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് നോക്കാം. ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു 1/4 കപ്പ് കുറഞ്ഞ അളവിൽ ഉണ്ടാക്കി നോക്കാം. ആദ്യം ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആദ്യം ഒരു 1/4 കപ്പ് നെയ്യ് എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടു. 1/4 കപ്പ് നെയ്യ് ബൗളിലേക്ക് ഇട്ടു. അതിന് ശേഷം 1/4 കപ്പ് ഷുഗറും 1/4ൻ്റെ പകുതി ഷുഗറും എടുക്കും. എക്സാക്റ്റ് പകുതി ഷുഗർ എടുത്തിട്ട് നന്നായി മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. പഞ്ചസാര ഇതിലേക്ക് മിക്സ് ചെയ്യാം. നെയ്യിലേക്ക് നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇതിൽ ഇങ്ങനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഫോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ ബീറ്റർ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നന്നായി ബീറ്റ് ചെയ്തെടുത്ത് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് റവ ചേർക്കാം. ചെയ്തു വീണ്ടും ആയതിനു ശേഷം ഇതിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. ഒന്ന് ചെറുതായിട്ട് ചേർക്കുക. അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നത്. കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. നന്നായിട്ട് ശരിക്കും ഒരു ഡൗ ആയിട്ട് എടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ബോൾ പോയി ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർക്കണ്ട. നെയ്യിൽ തന്നെ ഇത് മിക്സായി കിട്ടും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് നമ്മൾ അവനിലല്ല ഉണ്ടാക്കുന്നത്, ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റ്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മതി പ്രീ ഹീറ്റ്. നല്ല ചൂടായിട്ട് അടച്ച് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക.
നല്ല ചൂടാവട്ടെ. പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവി എടുക്കുക. ഗോതമ്പ് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായി തട്ടിയിട്ട് ആ പൊടികൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു, ഇതിപ്പോൾ ബട്ടർ പേപ്പറിന് പകരം ചെയ്യുന്നതാണത്. അങ്ങനെ ചെയ്തെടുക്കുക ഒരു പ്ലേറ്റ്. എന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ബോളാക്കുക. 2 കൈ കൊണ്ട് ആക്കി ചെറിയ ബോളാക്കിയതിന് ശേഷം നടുവിൽ ഒരു ചെറിയൊരു പ്രസ് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ, പ്ലേറ്റിൻ്റെ മുകളിൽ നിരത്തുക. ട്രേയിൽ ബിസ്ക്കറ്റിനുള്ള മാവ് നിരത്തി വെച്ചു. ഒരു ചെറിയ ബോളാക്കി അതിൻ്റെ ഉള്ളിൽ ചെറിയ വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ടാക്കി വെച്ചു. അടുപ്പിച്ച് വെക്കരുത്. കുറച്ച് വിട്ട് വെച്ചാലാണ് അത് നന്നായി കിട്ടുക, ഒട്ടിപ്പിടിക്കാതിരിക്കും. പ്രീഹീറ്റ് ചെയ്യേണ്ട കുറച്ച് ചൂടുള്ളതുകൊണ്ടാണ് വെക്കാൻ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോങ് വെച്ചിട്ടാണ് വെച്ചത്. പ്രീഹീറ്റ് ചെയ്ത ഓവനെ ഇനി അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. റെഡിയായി. ഒരു 20 മിനിറ്റ് വെക്കേണ്ടി വന്നു, കാരണം ഇതിന് ചൂട് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു ഈ പാനിന്. അത് നമ്മളുടെ ഓരോ ഗ്യാസ് സ്റ്റൗവിൻ്റെയും ഒക്കെ അനുസരിച്ചിരിക്കും. ഒരു 20 മിനിറ്റ് എടുത്തു നമുക്കിത് പുറത്തേക്ക് എടുക്കാം. തണുത്തു, അതുകൊണ്ട് നമുക്കത് വേഗം പുറത്തേക്ക് എടുക്കാം. പാന് പുറത്തേക്ക് എടുത്തു. ബിസ്ക്കറ്റ് നല്ല കുക്കീസ് നന്നായിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ള കുക്കീസ് ആയിട്ടുണ്ട്. നല്ല ഷേപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ക്രാക്കൊക്കെ ഉള്ളതൊന്നും സാരമില്ല. ഇനി അടുത്ത സെറ്റും കൂടി നമുക്ക് ആക്കിയെടുക്കാം. ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഇതിലിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഷേപ്പായിട്ട് കിട്ടും. പിന്നെ നമ്മളത് ഇങ്ങനെയാക്കി വീണ്ടും, അപ്പോൾ ഒരേ അളവിലുള്ള ബിസ്ക്കറ്റ് ഷേപ്പ് കിട്ടും. പീസ് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ പാനിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ആദ്യം സെറ്റ് ഉണ്ടാക്കി ഒരു 7 എണ്ണം ഉണ്ടായിരുന്നു. അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി, ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി. അതിനുശേഷം നമുക്ക് അതേ പ്ലേറ്റിൽ തന്നെ, ഗ്രീസ് ചെയ്ത അതേ പ്ലേറ്റിൽ തന്നെ നമുക്ക് അടുത്ത സെറ്റും കൂടി വെച്ചെടുക്കാം. ഉണ്ടായിരുന്നുള്ളൂ, അതും റെഡിയായി. അങ്ങനെ 1/4 കപ്പ് റവയും 1/4 കപ്പ്, 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ഉപയോഗിച്ചിട്ട് നമുക്ക് ടോട്ടലായിട്ട് 11 കുക്കീസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. നമ്മൾ മൈദയിൽ ചേർത്തിയിട്ടേ ഇല്ല. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് ശരിക്കും കട്ട് ചെയ്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. വയലറ്റ് അങ്ങനെ അലിഞ്ഞു പോകുന്നൊരു പിന്നെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസായിട്ട് കിട്ടിയിട്ടുണ്ട്.